ഹായ് ഗൈസ്, വെൽക്കം ടു സിനിമ കാണാം. അത് മറ്റേ സൈഡിൽ കയറിയാൽ ഇല്ല, തുറക്കാൻ പറ്റും. യെസ്, ഇവിടെ സ്നോയൊന്നും പെയ്യുമല്ല. ഷാമയുടെ വേഷം കണ്ടാൽ സ്മാർട്ട് ആവുന്നൊന്നല്ല, ഗതികേട് കൊണ്ടാ. സോ നമ്മള് പാവപ്പെട്ട മനുഷ്യര് കൽക്കി സിനിമ കാണാൻ വന്നേക്കുവാണ് അല്ലേ ഷൈൻ? കൽക്കി AD 2898. അതെ, ആ നമ്പർ ഷൈന് മാത്രമേ ഞങ്ങളുടെ കൂട്ടത്തിൽ കാണാപ്പാട് അറിയൂ. ഹലോ ഗൈസ്, ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് പോലും കൽക്കി കാണാനാ വരുന്നതെന്നുള്ള. എന്റെ തലയിൽ വേറൊരു സിനിമയാണ്. ശ്യാമ മഹാരാജയാണെന്നാ വിചാരിച്ചു. ഇവയ്ക്ക് പുറമെ ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ 4 രസങ്ങൾ വേറെയുമുണ്ട്. ഞാൻ ആക്ച്വലി എൻ്റെ ഒരു വിസിറ്റ് കഴിഞ്ഞ് നേരെ വരികയാണ്. അതെ, സിനിമാ പ്രാന്തന്മാരുടെ അടുത്തേക്കാണ് വരുന്നതെന്ന് ഞാൻ മറന്നുപോയി. എന്നെ വിസിറ്റ് കഴിഞ്ഞ് എന്നെ നേരെ കൊണ്ടുപോവാ സിനിമ കാണാൻ. ഓ, നമുക്ക് മമ്മിയുടെ വാവ. മമ്മിയുടെ വാവയും ചെറിയ ഭാവി. Back from watching Kalki 2898 AD. Okay guys, so this movie is directed by Nag Ashwin. Yeah, Nagashwin അല്ലേ? Nagashwin. എന്റെ പൊന്നു ബ്രോ, ഒരു രക്ഷയില്ല. എന്തോ പടമാണ്. 600 കോടിയുടെ. യെസ്, 600 കോടിയുടെ പടം. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയട്ടെ, ദിസ് ഇസ് നോട്ട് എവ്രി വൺസ് കപ്പ് ഓഫ് ടീ. അല്ല, ബട്ട് ദിസ് ഇസ് എ ഗ്രേറ്റ് മൂവി. എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല, പക്ഷെ അവർ ചെയ്തേക്കുന്ന എഫേർട്സ് ഇസ് ലൈക്ക് ബിയോണ്ട് വാട്ട് വി കുഡ് ഡിസ്ക്രൈബ്. ദിസ് ഇസ് എ അൾട്രാ മോഡേൺ വേർഷൻ ഓഫ് മഹാഭാരത് എന്ന് വേണമെങ്കിൽ ചെറിയ തോതിൽ പറയാം. മഹാഭാരതത്തിന്റെ സീക്വൽ ആയിട്ട് വേണമെങ്കിൽ പറയാം. യെസ്. ഓക്കെ, പടം ഗൈസ് ബേസിക്കലി ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ കമലഹാസൻ, അമിതാഭ് ബച്ചൻ, ദീപിക പടുക്കോൺ. അതെ, വൻനിര താരനിരകളാണ് ഇതിനകത്ത് ഉള്ളത്. സ്റ്റാർട്ടിങ് ഫ്രം അമിതാഭ് ബച്ചൻ all the way to ശോഭന, everyone. നമുക്ക് ഈ ടാലന്റിന്റെ കൊടുമുടി നിൽക്കുന്ന എല്ലാവരും ഉണ്ട്. മെൻഷൻ ചെയ്യുകയാണെങ്കിൽ അമിതാഭ് ബച്ചൻ, ഈ പറഞ്ഞ പോലെ കമൽ ഹാസൻ, ആൻഡ് വി ഹാവ് പ്രഭാസൊക്കെ ഉടനീളം ഉണ്ട് കേട്ടോ. ഫ്രം ദ ബിഗിനിങ് ടു ദി എൻഡ് ഉള്ള ആൾക്കാരാണ് പ്രഭാസ്. ബട്ട് ടുവേർഡ്സ് ഫ്രം ദി ഹാഫ് പോർഷൻ ആണ് നമ്മൾ അമിതാഭ് ബച്ചനെയൊക്കെ കാണുന്നത്. ശോഭനയൊക്കെ നമ്മൾ പറഞ്ഞപ്പോൾ വി തോട്ട് ആക്ച്വലി ഒരു ഗസ്റ്റ് റോൾ, ചെറിയൊരു ഇതായിരിക്കും. ബട്ട് നോ, ഷീ ഈസ് ലൈക്ക് ആദ്യം തൊട്ട് അവസാനം വരെ ശോഭനയൊക്കെ ഉണ്ട്. യെസ്. പിന്നെ നമുക്ക് കുറച്ച് അഭിമാനം തോന്നിക്കാനായിട്ട് കുറെ മലയാളികളുണ്ട്. അന്നാബൻ, ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് ഹർ. ഒക്കെ എനിക്ക് അറിയത്തില്ലായിരുന്നു. ഐ ലുക്ക് ഇൻ ടു, അല്ലേ, നമ്മൾ ഒത്തിരി ഡിഗ് ചെയ്തില്ല. അന്നാബൻ ഉണ്ട്. ആൻഡ് ഷീ ഡിഡ് റിയലി വെൽ, അല്ലേ, നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ തിങ്ക് ഞാൻ കണ്ടിട്ട് എനിക്ക് തോന്നുന്ന പുള്ളിക്കാരി തന്നെയാണ്. ഞങ്ങൾ തെലുങ്കാണ് കണ്ടത്. സോ പുള്ളിക്കാരി തന്നെയാണ് ഡബ് ചെയ്തേക്കുന്നത്. അതൊക്കെ ഒരു വലിയ എന്താ പറയുന്നേ എഫേർട്ട് അല്ലേ. ദുൽഖർ, പിന്നെ ബിഗ് ബിയിലെ മറ്റേ തമിഴ് പോലീസുകാരനായിട്ട് ബിഗ് ബിയിലെ തമിഴ് പോലീസുകാരനുണ്ട്. പശുപതി. എല്ലാവരും കേട്ടോ. പടം നൈസാണ് ഗൈസ്. ഇത് ഒരു ഒരു മഹാഭാരതത്തിന്റെ ഒരു സീക്വലായിട്ടാണ് എനിക്ക് തോന്നിയത് ഗൈസ്. ഓവറോൾ പറയുമ്പോഴത്തേക്ക് വിഷ്വൽ ആൻഡ് visually it is a treat. Yes, it's a treat. പിന്നെ ഫസ്റ്റ് ഹാഫ് ഇച്ചിരി എഴച്ചില്ല. ബട്ട് ഐ തിങ്ക് ദ കഥ റിക്വയർസ് ആ ഒരു എഴച്ചിൽ. ഇച്ചിരി ഒരു ചില സ്ഥലത്തൊരു ക്രിഞ്ചുണ്ട് ഫസ്റ്റ് ഹാഫില്. പക്ഷെ വൺസ് ദീപിക പദുക്കോനൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും
കഥ പിന്നെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയി. പിന്നെ നമുക്ക് കഥ മനസ്സിലാവും അല്ലേ, പിന്നെയാണ് കഥ മനസ്സിലായി ഇത് ഇങ്ങനെ പോകുന്നതൊക്കെ നമുക്ക് നല്ലതായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. കഥയുടെ പോക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, കഥയുടെ ഒരു പോക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് ഒട്ടും പ്രെഡിക്റ്റബിളും അല്ല അല്ലേ, എൻഡ് ഒക്കെ ആയപ്പോഴത്തേക്ക് കുറച്ച് ഓവറായിട്ട് എഡിറ്റ് ചെയ്തിട്ട് സീൻസ് ഒക്കെ ഒട്ടും കംപ്ലീറ്റ് അല്ലാത്ത രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. കുറെ ചുമ്മാ അങ്ങ് ചാടി പോയ പോലെ എനിക്ക് തോന്നി. അത് ചിലപ്പോ എനിക്ക് അറിയത്തില്ല ഇനി പുതിയ ട്രിക്കാണോന്നൊന്നും എനിക്ക് അറിയത്തില്ല, പക്ഷെ എന്തോ എനിക്കത് കുറച്ച് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നിയായിരുന്നു. പിന്നെ ഫസ്റ്റ് ഭാഗത്തില് കുറെ ഭാഗങ്ങൾ ഇങ്ങനെ എഴഞ്ഞ് പോയി. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് ഭാഗങ്ങളിൽ നല്ലതായിട്ട് തന്നെ അത്യാവശ്യം സ്പീഡിൽ തന്നെ പോയായിരുന്നു. എഡിറ്റ് ചെയ്ത ആൾക്കാരെ സമ്മതിക്കണം. ഗ്രാഫിക്സ് ഒക്കെ ഒട്ടും തന്നെ നമുക്ക് അങ്ങനെ ഒരു എന്താ അൺനാച്ചുറാലിറ്റി തോന്നാത്ത വിധത്തിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മള് തെലുങ്ക് പടത്തിലെ ഒരു അൺറിയലിസ്റ്റിക്നെസ് ഉണ്ടല്ലോ ഈ ഔട്ട് ഓഫ് ദ വേൾഡ്, ബട്ട് ഇതൊരു ഫിക്ഷൻ ആയതുകൊണ്ട് അത് ആ ഒരു ആർട്ടിഫിഷ്യാലിറ്റി തോന്നിയില്ല അല്ലെ. ഒരു റിയൽ ലൈഫ് സ്റ്റോറി ആയിരുന്നെങ്കിൽ അങ്ങനെ ഒരു ആർട്ടിഫിഷ്യാലിറ്റി തോന്നുമായിരുന്നു. ഇത് ടോട്ടൽ ഫിക്ഷൻ സൂപ്പർ ഹീറോ കൈൻഡ് ഓഫ് ഒരു ജോണർ ആയതുകൊണ്ട് ആ ഒരു ആർട്ടിഫിഷ്യാലിറ്റി തെലുങ്കിനകത്തെ പോലെ മറ്റേ ഒറ്റക്കാലിൽ നിൽക്കുന്നതും ഇങ്ങനെ കറങ്ങുന്നതും ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് ആ ഒരു ആർട്ടിഫിഷ്യാലിറ്റി നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് തോന്നിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നല്ല പടം, ഒരു ഫസ്റ്റ് ഹാഫ് ഒരു മോഡേൺ KGF പോലെ തോന്നും അല്ലേ, സിനിമ എന്ന് പറഞ്ഞ ഒരു സിനിമയുണ്ട്, ആ ഒരു സിനിമ പോലാണ് എനിക്ക് ഫ്യൂരി. അതിന്റെ കുറച്ചല്ല കുറേ ഉണ്ട്. പിന്നെ മിക്സ് ചെയ്തെടുത്ത് പിന്നെ മറ്റേ PlayStation 4ഉം PlayStation 5ലും God of War കളിച്ചവരുണ്ട്. ഈ എന്താ പറയുന്ന സെറ്റ് ഇട്ടേക്കുന്നൊക്കെ കണ്ടപ്പോ ഷെയ്ൻ പറയുന്നു ഞാൻ ഇവിടെയൊക്കെ പോയിട്ടുണ്ട് പോയിട്ടുണ്ടെന്ന്. സോ നമുക്ക് അങ്ങനെ ഒരു ഫെമിലിയായിട്ട് ചില സ്ഥലങ്ങളൊക്കെ കണ്ടപ്പോ ബാഹുബലിയുടെ സെറ്റ് ഒരു വെക്കാത്ത പോയി എടുത്ത പോലെ അങ്ങനെ ഭയങ്കര ഫെമിലിയറിറ്റി തോന്നും ചില സീൻസ് ഒക്കെ കാണുമ്പോഴത്തേക്കും. ബട്ട് ഇറ്റ്സ് ഔട്ട് ഓഫ് ദ വേൾഡ് കോൺസെപ്റ്റ് വെയർ ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഔട്ട് ഓഫ് ദ വേൾഡ് കോൺസെപ്റ്റും ബ്രില്യന്റ് എക്സിക്യൂഷനും ആയിരുന്നു അല്ലെ. ബ്രില്യന്റ് ഡയറക്ഷൻ പറയാനില്ല, അതൊരു നല്ലൊരു നല്ല എഫേർട്ടാണ്. പക്ഷെ നമുക്ക് ഫസ്റ്റ് കുറച്ച് സീനില് അമിതാഭ് ബച്ചന്റെ ഒരു ചെറുപ്പത്തിലെ മുഖം കാണാൻ പറ്റും. അത് ഭയങ്കര എഫേർട്ട് സമ്മതിക്കുന്നു. പക്ഷെ അത് അത്രയൊരു എനിക്ക് തോന്നുന്നു അവര് വിചാരിച്ച അത്ര ഒരു പെർഫെക്ഷൻ ആയോ എന്ന് വെച്ചാൽ ഐ ഡോണ്ട് തിങ്ക് സോ. ഒത്തിരിയും ആൾക്കാരെ നമുക്ക് അപ്രിഷിയേറ്റ് ചെയ്യാൻ ഉള്ള ഒരു ഇതുണ്ട്. എനിക്ക് പ്രഭാസ് കുറച്ച് സ്ഥലത്ത് ഇച്ചിരി ക്രിഞ്ചായി എന്ന് എനിക്ക് തോന്നുന്നു. കുറേ സ്ഥലത്ത് പകുതി വരെ പുള്ളി ഒരു കോമഡി സെറ്റപ്പാണ്, അത് കഴിഞ്ഞിട്ട് പുള്ളി മാറുന്നത്. ബട്ട് ആ പകുതി വരെ കുറേ സ്ഥലത്ത് ക്രിഞ്ചുണ്ട്. പിന്നെ ആരാ ദിശ പട്ടാണി ഉണ്ട്. പിന്നെ വേണ്ടി വന്ന ദിശ പട്ടാണി ഒരു പാട്ട് വേണമല്ലോ, അതുകൊണ്ടാണ് ഫസ്റ്റ് ഹാഫിൽ വന്നിട്ട് പിന്നെ കുറച്ചു നേരം വന്നിട്ട് പോയി. പിന്നെ ഒരു കാര്യമുണ്ട്, ബാക്കി പടം പോകുന്ന വഴി വെച്ച് നോക്കുമ്പോ അവരെ കുറിച്ച് പിന്നെ ഓർമ്മിക്കില്ല. ഒരു കാര്യമുണ്ട് ഗൈസ്, ഇത് ലിറ്ററലി 2020 ഹിന്ദി വെർഷൻ ആയിട്ടും എനിക്ക് തോന്നിയായിരുന്നു. കുറെ ആൾക്കാര് കുറെ നല്ല കാസ്റ്റിംഗ് പോയിന്റ് ഓഫ് വ്യൂല് വാട്ട് ഷീ ടോൾഡ് ഇസ് വെരി റൈറ്റ്. ഞാനും അവിടെ ഇരുന്ന് ചിന്തിച്ചായിരുന്നു എല്ലാരെയും കൊണ്ട്. ദിസ് ഇസ് എ മലയാളം, ഹിന്ദി, തമിഴ് ആൻഡ് തെലുങ്ക് 2020 നല്ല ആൾക്കാർ സ്റ്റാർ സ്റ്റഡഡ് മൂവിയാണത്, ഒന്നും പറയാനില്ല. അങ്ങനെ ആ ഒരു കാസ്റ്റിനെ 600 കോടിക്കുണ്ട് പടം കേട്ടോ. 600 കോടിയുടെ ഓരോ പെന്നിയും നമുക്ക് ആ സ്ക്രീനിൽ കാണാനുണ്ട്. ഇറ്റ്സ് നോട്ട് ലൈക്ക് എ വേസ്റ്റ് തിങ് ആൻഡ് വി ക്യാൻ പ്രൗഡ്ലി സേ ദാറ്റ് വി ജസ്റ്റ് വാച്ച്ഡ് എ ഇന്ത്യൻ സിനിമ. കാരണം നമുക്ക് തോന്നിക്കത്തില്ല ഒരു ഇന്ത്യൻ പടമാണ് നമ്മളിപ്പോ കണ്ടിറങ്ങി വന്നേന്ന്. അത്രയും ഗൂസ് ബംസ് വരുന്ന കുറെ ഫ്രെയിംസ് ഉണ്ട്. എനിക്ക് ആകെ ഒരു പ്രശ്നമുള്ള 600 കോടി മുടക്കിയ സമയത്ത് നമ്മുടെ അമിതാഭ് ബച്ചന്റെ മുഖം ഒന്ന് പൈസ ഇടായിരുന്നു കുട്ടി ആ ഭാഗത്ത് കുറച്ചുകൂടെ ഒന്ന് സെറ്റ് ആക്കായിരുന്നു ചേട്ടാ. ബട്ട് ദാറ്റ് വാസ് ഓൺലി തിങ് ഐ ഫെൽറ്റ്. പിന്നെ ആ ആദ്യത്തെ എഴച്ചിൽ ഇച്ചിരി കുറയ്ക്കാമായിരുന്നു, കാരണം അത് പെട്ടെന്ന് നമുക്ക് മടുത്തു. കാരണം ഇനിഷ്യൽ അല്ലേ, പിന്നെ നമ്മൾ യൂഷ്വലി കാണുന്ന ഒരു കോൺസെപ്റ്റ് അല്ല. അപ്പൊ നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്ത് നമ്മൾ ഇറങ്ങി വരുമ്പോഴത്തേക്കും വി ഫെൽ സോ സാറ്റിസ്ഫൈഡ് അല്ലേ. ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും നമുക്ക് എപ്പോഴും. അത് കുറച്ച് ആദ്യം തന്നെ ഇങ്ങനെയൊക്കെ ഒരു ഇത് കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് മടുക്കും നമുക്ക്.
ബട്ട് ഓവർ ലൈക്ക് ഇറങ്ങി വരുമ്പോൾ വി വോണ്ട് ഫീൽ ഇറ്റ്. ഇന്റർവെൽ ആയപ്പോഴാണ് ഞങ്ങൾ അറിയണോ ഇന്റർവെൽ ആയതേ ഉള്ളൂ. വേറൊരു പടത്തിൽ നമുക്ക് ഇത് തന്നെ തോന്നിയത്, ഇന്റർവെൽ ആയതേ ഉള്ളൂ, പടം തീരാനുള്ള കണ്ടന്റ് അപ്പോഴേ കിട്ടിക്കഴിഞ്ഞു, മനസ്സിലായി അതുപോലെ. സോ after all it's a good movie, good watch. Pinna it's not everyone's കമല ഹാസൻ yeah വീണ്ടും ഒരു രീതിയിൽ മനസ്സിലാവാത്ത ഒരു കോസ്റ്റ്യൂം ചേഞ്ച് ആസ് യൂഷ്വൽ. മറ്റേ എന്താ ദശാവതാരത്തിനകത്തൊക്കെ പോലത്തെ തന്നെ ഏകദേശം ഒരു കഥാപാത്രം ആണെങ്കിൽ ആണ്, പക്ഷെ പുള്ളി എപ്പോഴും ഒത്തിരി എഫേർട്ട് എടുക്കുന്ന ഒരു മനുഷ്യനാണ്. ഇതിന്റെ അകത്ത് വിട്ടിട്ടുണ്ട് നല്ലൊരു ആ ഒരു പടത്തിലുള്ള പുള്ളിക്കാരന്റെ പ്രസൻസ് ഇസ് അമേസിംഗ്, മൈൻഡ് ബ്ലോയിങ്. പ്രഭാസിനോടും പ്രഭാസിനെയും സമ്മതിക്കണം. അമിതാഭ് ബച്ചനെ പിന്നെ പറയണ്ട, കുറെ നാൾക്ക് ശേഷമാണ് അമിതാഭ് ബച്ചനെ ഒരു ഫിലിമിൽ കാണുന്നത്. And he still got the fire in him. Okay, that is this age, the effort he took. Yes. He's like 100 years old, right? Right? I don't think so. തോന്നില്ല. അല്ല, 100 വയസ്സുകാരനുണ്ടെന്ന് തോന്നുന്നു. അത് ഈ പടത്തിനകത്ത് 150 വയസ്സുണ്ട്. He's like a big figure and ഒരു രക്ഷയില്ല. എന്നിട്ട് അമിതാഭ് ബച്ചന്റെ ഒക്കെ മേക്കപ്പ് എന്ത് രസാണ് കാണാൻ. ഈ എന്താണ് മറ്റേ വയസ്സായ മനുഷ്യരുടെ ഞരമ്പ് ഉണ്ടല്ലോ അത് വരെ, ലൈക്ക് he is a rich man. പുള്ളി എന്തായാലും അങ്ങനെ അല്ല, അത് നമുക്കറിയാം. ആണേ തന്നെ അതൊക്കെ ഇത് ചെയ്യാനുള്ള എല്ലാം ഉണ്ട്. But this is like മേക്കപ്പ് ആ ഒരു പെർഫെക്ഷൻ ഒക്കെ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. മേക്കപ്പ് ആർട്ടിസ്റ്റിനെ സമ്മതിക്കണം കേട്ടോ. That's like out of the world effort ആണ് എടുത്തേക്കുന്നത്. എനിക്ക് അമിതാഭ് ബച്ചന്റെ ആണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് കേട്ടോ. അതുകൊണ്ട് അല്ലേ ഭയങ്കര റിയലിസ്റ്റിക്. നമുക്ക് എപ്പോഴും ഈ പ്രായം ഭയങ്കര കൂടുതലുള്ള ആൾക്കാരെ മേക്കപ്പ് ചെയ്ത് റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബട്ട് ദിസ് ഇസ് ലൈക്ക് നമുക്ക് ഒന്നും പറയാൻ ഇല്ല, അത്രയ്ക്ക് നന്നായിട്ട്. എനിക്ക് ഈ പടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കമൽഹാസന്റെ 6 പാക്ക് ആയിരുന്നു. അടിപൊളിയായിരുന്നു. ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല കമൽഹാസനെ ഞാൻ 6 പാക്ക് കാണുന്നത്. അതും എനിക്ക് ആ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. അങ്ങനെ ഒരു സന്തോഷം. മലയാളത്തിൽ നിന്നും ഒത്തിരി പേര് അതിനകത്ത് ഉള്ളതുകൊണ്ട് നമുക്കും ആസ് മലയാളി ഓഡിയൻസ് നമുക്കും അഭിമാനിക്കാൻ വകയുണ്ട് അതിനകത്ത് എന്നുള്ളതാണ്. ആൻഡ് ആസ് എൻ ഇന്ത്യൻ ദിസ് ഇസ് എ മൂവി വി കുഡ് ബി പ്രൗഡ് ഓഫ്. Again guys, to another proud Indian movie. Yes. Okay, എല്ലാരും പോയി കാണുക. Yes. Okay. And again this is not everyone's cup of അത് മനസ്സിലാക്കി ഈ ട്രെയിലറൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നവര് മാത്രം പോവുക. ഈ ഒരു ജോണർ ഇഷ്ടപ്പെടാത്തവര് വെറുതെ ചെന്ന് കണ്ട് അത്യാവശ്യം ഫൈറ്റും കാര്യങ്ങളും പിന്നെ ഇച്ചിരി ഫിക്ഷനും ഇച്ചിരി അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള സീൻസും ഒക്കെ ഇഷ്ടപ്പെടുന്നവര് പോയി കാണുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അത് ഇഷ്ടപ്പെടാത്തവര് പോയി കണ്ടിട്ട് വെറുതെ സിനിമയെ കുറ്റം പറയരുത്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് our opinion. You will have your own like. പിന്നെ ഗൈസ് അത് കുറച്ച് പേർക്ക് അതൊരു കപ്പ് ഓഫ് ടീ അല്ലെന്ന് പറയാൻ ഒരു റീസൺ എന്ന് വെച്ചാല് അതിനകത്ത് ഉപയോഗിച്ച ടെക്നോളജി ഇല്ല. മൂവിക്കകത്ത് കാണിക്കുന്ന ടെക്നോളജി ഈസ് ലൈക്ക് 2900 വർഷത്തിലേക്ക് വരാൻ പറ്റുന്ന ടെക്നോളജികളൊക്കെയാണ്. അത് നമ്മൾ ആ ഒരു സിവിലൈസേഷൻ നടക്കുന്ന പോയിന്റ് ഓഫ് വ്യൂ എടുത്താൽ മതി ഗൈസ്. അത് കുറേ കാര്യങ്ങളുണ്ട്, ഭയങ്കര അഡ്വാൻസ്ഡ് ടെക്നോളജി കാണിക്കുന്ന സീൻസ് ഉണ്ട്. ബട്ട് ടേക്ക് ഇൻ ദാറ്റ് സിവിലൈസേഷൻ പോയിന്റ് ഓഫ് വ്യൂ. സോ ദാറ്റ്സ് വാട്ട് ലൈക്ക് നമ്മളിപ്പം ചില ഗെയിംസ് കളിക്കുമ്പോൾ ലൈക്ക് കോൾ ഓഫ് ഡ്യൂട്ടി കളിക്കും, അതിൻ്റെ അത് കുറേ അഡ്വാൻസ്ഡ് ഗൺസും ഇതെല്ലാം ടെക്നോളജി കാണിക്കുന്നുണ്ട്. കുറേ പേർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. ലൈക്ക് നോട്ട് എവറിബഡി ഈസ് എ കോൾ ഓഫ് ഡ്യൂട്ടി ഫാൻ, ഐ ബിലീവ് സോ. ഓക്കെ, അപ്പം ലൈക്ക് ദർ ആർ പീപ്പിൾ ദാറ്റ് ലൈക്ക് ഈ സാധാരണ ഗണ്ണ് ഉപയോഗിച്ച് ഒരാളെ കൊല്ലുക എന്നുള്ളൊരു സീൻ, ഒരു മെന്റാലിറ്റി ഉള്ള ഒരു മൈൻഡ് ഉള്ള കുറേ ഗെയിമേഴ്സിന് മാത്രം മനസ്സിലാവുന്ന ഡീകോഡ് ചെയ്തെടുക്കേണ്ട ഭാഷയാണ്. യെസ്. ഓക്കെ, സോ അങ്ങനെ കുറേ പേർക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് പിന്നെ ലൈക്ക് വാട്ട് ജോക്കുട്ടി സെഡ് ഇസ് ദാറ്റ് പ്രഭാസിൻ്റെ കുറേ സീൻസ് കുറച്ചല്ല ചില ഭാഗത്തൊക്കെ ഓവറായി. അത് പറയേണ്ട കാര്യം കേട്ടോ. ബിക്കോസ് ഐ മീൻ ലൈക്ക് കുറേ തവണ അതിൻ്റെ അകത്ത് റിബൽ എന്ന് പറയുന്നുണ്ട്. റിബൽ വാസ് വൺ ഓഫ് ഹിസ് ബെസ്റ്റ് മൂവീസ്, I would say. I've got a lot of fans. That should be a Rebel fan. Rebel fan എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് ഗൈസ്. ഓവറോൾ ഗൈസ് ദിസ് ഇസ് എ മസ്റ്റ് വാച്ച് മൂവി. ഒരു ഇന്ത്യൻ സിനിമ എന്ന് പറയാൻ പറ്റും കേട്ടോ. അതുപോലെ ഗൈസ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് യൂട്യൂബ് ചാനൽ പെട്ടെന്ന് ഹിറ്റാക്കി തരുക. ടിക്കറ്റിന്റെ വില 20 രൂപയായിരുന്നു ഗൈസ്. സാധാരണ $20. സാധാരണ ഞങ്ങൾ സിനിമ കാണാൻ പോകുമ്പോൾ $12 പോയിക്കൊണ്ടിരുന്നതാണ് $13. ഓക്കെ ഗൈസ്, ടിക്കറ്റ് ഇസ് $20 in US.
So please help us build our YouTube channel. 1.5 gram സ്വർണ്ണത്തിന്റെ Yes. Okay guys. ഓക്കെ ഗൈസ്, ഇതും കൂടെ അറിയിക്കുന്നു, പടം മൊത്തത്തിൽ കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളെ Bring the views, people, and we will bring more rich expensive movies. Yes. ഞങ്ങളുടെ പോക്കറ്റ് കീറുന്ന പടങ്ങളുടെ റിവ്യൂകൾ ഞങ്ങൾ ഇനി കൊണ്ടുവരുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഓൾ ഗൈസ്, ദിസ് ഇസ് Joy Stories. സൈനിങ് ഓഫ്. Bye. ബൈ.